വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ് കേട്ടോ. അപ്പൊ മെഡീവൽ വേൾഡ് മധ്യകാല ലോകം എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ വികസിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്ത പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യമുള്ളത്. നമുക്കറിയാം ഏതൊക്കെയായിരുന്നു അന്ന് വളർന്നു വന്നിട്ടുള്ള യൂറോപ്യൻ സിറ്റീസ് എന്ന് പറയുന്നത്. യെസ്, വെനീസ്, മിലൻ, ഫ്ലോറൻസ്, ജനോവ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇറ്റാലിയൻ സിറ്റീസ് ആണ്. നമ്മുടെ യൂറോപ്പിൽ വളർന്നു വന്നിട്ടുള്ള ആദ്യത്തെ സിറ്റീസ് ആണെന്ത്? ഇറ്റാലിയൻ സിറ്റീസ് ആയിട്ടുള്ള ഈ പറഞ്ഞവ. ദെൻ നമുക്ക് ജർമ്മനിയും കോൺസ്റ്റാന്റിനോപ്പിളും ഒക്കെ എന്താണ്? അതും യൂറോപ്യൻ സിറ്റീസ് ആണ്. ഏതൊക്കെ സിറ്റീസ് ആണ് വന്നിട്ടുള്ളത് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും സിറ്റീസ് ആണ് എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മധ്യകാലഘട്ടത്തിലെ വിദ്യാഭ്യാസ പുരോഗതി വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ ദ പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ മെഡീവൽ പീരീഡ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും മസ്റ്റ് ആയിട്ട് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മെഡീവൽ പീരീഡിൽ ഉണ്ടായിട്ടുള്ള പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷന്റെ പ്രോഗ്രസ് എങ്ങനെയായിരുന്നു, വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. മധ്യകാല യൂറോപ്പില് വിജ്ഞാനം, കല എന്നീ മേഖലയിൽ ശ്രദ്ധേയമായ പുരോഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് കാലത്ത് ഇന്നത്തെ പോലെ സ്കൂളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവര് പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് ഈ മൊണാസ്ട്രീസിലും പള്ളികളിലും ഒക്കെ ആയിരുന്നു അവർ പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. നോക്കിക്കോ, ചർച്ചസ് ആൻഡ് മൊണാസ്ട്രീസ് വർ ദ മേജർ സെന്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിനായി അവർ പോയത് ചർച്ചസ് പള്ളികളിലും മൊണാസ്ട്രീസ് സന്യാസി മഠങ്ങളിലൊക്കെ ആയിരുന്നു അവർ പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഈ മൊണാസ്ട്രീസിലെ സന്യാസി മഠങ്ങളിലെ അതിനോട് ചേരുന്ന ലൈബ്രറികൾ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈബ്രറികൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ്, അന്ന് ഈ പ്രിന്റിംഗ് മെഷീൻസ് ഒന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനു മുമ്പ് ആരെങ്കിലും എഴുതി വെച്ചിട്ടുള്ള ഈ മാനുസ്ക്രിപ്റ്റുകളായിരുന്നു ഈ മൊണാസ്ട്രീസിൽ ഉണ്ടായിരുന്നത് കേട്ടോ, ബുക്കുകളായിട്ടുണ്ടായിരുന്നത്. ആരൊക്കെയോ എഴുതി വെച്ച സാധനങ്ങളാണ് നമ്മൾ ഈ പഠിക്കുന്നത്. ഇന്നത്തെ പോലെ പ്രിന്റിംഗ് മെഷീൻസ് അച്ചടിച്ച സാധനങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഇനി ആരായിരുന്നു ഗിൽഡുകൾ? ഹൂ വർ ഗിൽഡ്സ് എന്ന് പറഞ്ഞാൽ ഗിൽഡുകൾ ആരായിരുന്നു? മിസ് പറഞ്ഞില്ലായിരുന്നു നമുക്ക് ഒരുപാട് യൂറോപ്യൻ സിറ്റീസ് ഒക്കെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അവിടെ എന്താണ് ന്യൂലി ഡെവലപ്ഡ് യൂറോപ്യൻ സിറ്റീസ് വർ ദ സെന്റേഴ്സ് ഓഫ് ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ട്രേഡ്. അവിടെ ട്രേഡിന്റെ ഹാൻഡിക്രാഫ്റ്റിന്റെ ഒക്കെ സെന്റേഴ്സ് ആയിട്ട് നമ്മുടെ സിറ്റീസ് ഒക്കെ വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ട്രേഡേഴ്സിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു അസോസിയേഷൻ, സംഘടനയായിരുന്നു ഗിൽഡ്സ് അല്ലെങ്കിൽ ഗിൽഡുകൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദ ട്രേഡേഴ്സ് ഇൻ ദീസ് സിറ്റീസ് ഫോംഡ് അസോസിയേഷൻ കോൾഡ് ഗിൽഡ്സ്. ഓക്കെ, നമ്മുടെ ട്രേഡേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ആരെങ്കിലും നിയന്ത്രിക്കേണ്ടേ, അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതായിരുന്നു അസോസിയേഷൻ ആയിരുന്നു ഗിൽഡുകൾ എന്ന് പറയുന്നത്. ഈ പാർട്ട് ഓഫ് ട്രേഡേഴ്സ് ബ്ലാക്ക് സ്മിത്ത്, ഗോൾഡ് സ്മിത്ത്, ലെതർ വർക്കേഴ്സ്, കാർപ്പന്റേഴ്സ്, ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ട്രേഡേഴ്സിന് മാത്രമല്ല ഈ ഒരു ഗിൽഡ് എന്ന് പറഞ്ഞ അസോസിയേഷൻ ഉള്ളത്, എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാവർക്കും എന്ന് പറയുമ്പോൾ കച്ചവടക്കാർക്ക് പുറമെ ഇരുമ്പ് പണിക്കാര്, സ്വർണ്ണപ്പണിക്കാര്, തുകൽ പണിക്കാര്, മരപ്പണിക്കാര്, ഇവർക്കൊക്കെ ഗിൽഡുകൾ ഉണ്ടായിരുന്നു. ഈ ഗിൽഡുകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സാധനങ്ങൾക്കൊക്കെ പ്രൈസ് ഇടുക, ആൾക്കാർ എത്ര മണിക്കൂർ ജോലി ചെയ്യണം എന്നൊക്കെ നോക്കുക. ഇതൊക്കെ എന്താണ്? ഈ ഗിൽഡുകളുടെ ഡ്യൂട്ടി ആയിരുന്നു. The next question, what are the contribution of Chinese in the field of science and technology? Science and technology യിലെ ചൈനക്കാരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? ഇതും ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാതെ പോകരുത്. നോക്കിക്കോ മക്കളെ, നമ്മുടെ അച്ചടി യന്ത്രവും അതായത് പ്രിന്റിംഗ് മെഷീൻസും ഗൺ പൗഡർ, വെടിമരുന്നുകളൊക്കെ കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ ചൈനക്കാരാണ്. ദെൻ ഇത് കണ്ടിട്ടാണ് ഇവ ചൈനക്കാരിൽ നിന്നാണ് യൂറോപ്യന്മാർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ദെൻ അച്ചടി വിദ്യ, പ്രിന്റിംഗ് മെഷീൻസ് എന്താണ്? നമ്മുടെ വിജ്ഞാനത്തിന്റെ ഭാഗത്ത് ഒരുപാട്, അതായത് എഡ്യൂക്കേഷന്റെ സൈഡിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. പ്രിന്റിംഗ് മെഷീൻസ് ഉണ്ടെങ്കിൽ ബുക്സ് ഒക്കെ പ്രിന്റ് ചെയ്യായിരുന്നു അല്ലെ, ആരും എഴുതി വെച്ചത് വായിക്കണ്ട. അപ്പൊ അതെന്താണ്? നോളജിന്റെ രംഗത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ നോക്കിക്കോ, കടൽ യാത്രകളിൽ ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വടക്ക് നോക്കി യന്ത്രം, മറൈനേഴ്സ് കോമ്പസ് ഒക്കെ കണ്ടുപിടിച്ചത് ചൈനക്കാരുടെ സംഭാവനയാണ്. ദെൻ പഗോഡകൾ എന്നറിയപ്പെടുന്ന ബുദ്ധ ദേവാലയങ്ങളാണ് അവരുടെ സംഭാവന, ചൈനക്കാരുടെ സംഭാവനയായിരുന്നു. ഇപ്പൊ ചൈനയുടെ കോൺട്രിബ്യൂഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ ഇതേപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.